രാഹുൽ മാങ്കുട്ടത്തിന് രണ്ടാമത്തെ ലൈംഗികാരോപണ പരാതിയിലും മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. റോഷിബാലിന്റെ വിവരങ്ങളുമായി. റോഷിബാൽ, നമുക്കറിയാം രണ്ടാമത്തെ കേസിലെ പെൺകുട്ടി പരാതി നൽകാൻ ഭയപ്പെടുന്നുണ്ടായിരുന്നു. ഏതെങ്കിലും രൂപത്തിൽ ഐഡന്റിറ്റി പുറത്തുവിടുമോ, അത്തരത്തിൽ സൈബർ ആക്രമണം ഉണ്ടാകുമോ എന്നൊക്കെ ഭയം കുറച്ചു ദിവസത്തേക്ക് അവർക്കുണ്ടായിരുന്നു. പക്ഷേ SIT നൽകിയ ഉറപ്പിൽ അവർ മൊഴി നൽകിയിരിക്കുന്നു. തെളിവുകൾ കൈമാറി പകുതിയെങ്കിലും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്താണ് റോഷിബാൽ അറിയാനാകുന്നത്? ഇപ്പോൾ എന്തായാലും മുൻകൂർ ജാമ്യം പരിഗണിക്കുമ്പോൾ കേസിന്റെ മെറിറ്റിലേക്ക് കോടതി കടക്കില്ല. പക്ഷേ ഈ കേസ് എത്രത്തോളം ഗൗരവത്തിലുള്ളതാണ്? എല്ലാ തിങ്കളാഴ്ചകളിലും കോടതിയിൽ SIT മുമ്പാകെ ഹാജരാകണം എന്നതടക്കമുള്ള ഉപാധികളോടെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കുട്ടത്തിന് മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അടുത്ത തിങ്കളാഴ്ച ഡിസംബർ 15 രാഹുൽ മാങ്കുട്ടത്തിന്റെ ആദ്യ കേസിലെ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി പരിഗണിക്കുന്ന ദിവസമാണ്. അന്നേ ദിവസം സെഷൻസ് കോടതി SIT മുമ്പാകെ രാഹുൽ മാങ്കുട്ടത്തിന് ഹാജരാകേണ്ടതുണ്ട്. അപ്പോൾ ഹൈക്കോടതിയിൽ നിന്നുണ്ടാകുന്ന തീരുമാനം അതെങ്ങനെയാണ് പിന്നീട് വരിക എന്ന് അറിയേണ്ടതുണ്ട്. മുൻകൂർ ജാമ്യം അനുവദിച്ചില്ല എങ്കിൽ അറസ്റ്റിലേക്ക് നീങ്ങാനാകും എന്നുള്ളൊരു സാഹചര്യം കൂടെ നിൽക്കുന്നു. റോഷിബാൽ, ഞാൻ ചോദിച്ചത് രണ്ടാമത്തെ കേസിലും ഇപ്പോൾ മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. ആദ്യത്തെ കേസിൽ അറസ്റ്റ് തടയുകയാണ് ചെയ്തത്. കേസിന്റെ മെറിറ്റിലേക്ക് കോടതി കടന്നിട്ടില്ല. പക്ഷേ അത്യന്തം ഗൗരവത്തിലുള്ള കേസാണ് എന്ന് തന്നെയല്ലേ നമുക്ക് ബോധ്യമായിരിക്കുന്നത് റോഷിബാൽ. അതോടൊപ്പം മുഴുവൻ തെളിവുകളും പെൺകുട്ടി SITക്ക് കൈമാറിക്കഴിഞ്ഞു. സ്മൃതി, അതീവ ഗൗരവമുള്ള ഒരു പീഡന പരാതി തന്നെയാണ് ആ പെൺകുട്ടിയുടേത്. ആ പീഡനം നടന്നുവെന്ന്, കുറ്റകൃത്യം നടന്നുവെന്ന അന്വേഷണ സംഘത്തിന് ബോധ്യമായതിന് പിന്നാലെയാണ് ആ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയത്. സീൽ ചെയ്ത കവറിലാണ് കോടതിയിൽ ആ മൊഴി കൈമാറിയത്. അതിനപ്പുറത്തേക്ക് ഇനി 164 പൂർത്തിയായിട്ടില്ല. രഹസ്യമൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. അങ്ങനെ തുടർ നടപടികളുണ്ട്. അതിനപ്പുറത്തേക്ക് പ്രധാനപ്പെട്ട തെളിവുകൾ ആ ഘട്ടത്തിൽ നൽകുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാലും അന്വേഷണ സംഘത്തിന് തെളിവ് ശേഖരണം നടത്തണം. കാരണം ഇത് 2023 നടന്ന ഒരു കുറ്റകൃത്യമാണ്, ബലാത്സംഗമാണ്, ക്രൂരമായ പീഡനമാണ്. ജീവൻ പോലും നഷ്ടമാകുമെന്ന് ആശങ്കപ്പെട്ട നിമിഷങ്ങളിലൂടെയാണ് ആ പെൺകുട്ടി കടന്നുപോയത്. ഒന്നല്ല ഒന്നിൽ കൂടുതൽ പെൺകുട്ടികളെ സമാനമായ രീതിയിൽ ഗർഭഛിദ്രത്തിന് വിധേയമാക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു, അങ്ങനെ ലൈംഗികമായി ഉപയോഗിക്കുന്നു, പിന്നീട് അവരെ പുറന്തള്ളുന്നു, വളരെ മോശമായ രീതിയിൽ സൈബർ ആക്രമണം നടത്തുന്നു. ഇങ്ങനെയുള്ള ഒരു രീതി രാഹുൽ മാങ്കുട്ടത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ട് എന്ന് കോടതിയെ ബോധ്യപ്പെടുത്താനുള്ള നീക്കമാണ് ഏതായാലും അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഏതായാലും ഇനി ഹൈക്കോടതി ആദ്യത്തെ കേസിൽ എടുക്കുന്ന നിലപാട് നിർണായകമാകും. ഈ കേസിൽ മുൻകൂർ ജാമ്യം ലഭിച്ച സാഹചര്യത്തിൽ രാഹുൽ മാങ്കുട്ടത്തിന് പുറത്തേക്കിറങ്ങാൻ കഴിയും. തിങ്കളാഴ്ചയാണ് പോലീസിന് മുന്നിൽ, അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകേണ്ടത്. എല്ലാ തിങ്കളാഴ്ചയും ഹാജരാകാനുള്ള നിർദ്ദേശമുണ്ട്. അതേസമയം തന്നെ ആദ്യത്തെ കേസ് അതീവ ഗൗരവമാണ്. ആ പെൺകുട്ടി 164 കൊടുത്തതാണ്. വളരെ ഗൗരവമുള്ള ഒട്ടേറെ തെളിവുകളുണ്ട്. ഭീഷണിപ്പെടുത്തിയതിൻ്റെ ഡിജിറ്റൽ എവിഡൻസ് ഉണ്ട്. അങ്ങനെ കാരണം അത് ഏറെ പഴക്കമുള്ള ഒരു കുറ്റകൃത്യമല്ല. അത് ഏതാണ്ട് കഴിഞ്ഞ ഈ വർഷം തന്നെ നടന്ന കുറ്റകൃത്യമാണ്. അതുകൊണ്ട് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഡിജിറ്റൽ രേഖകളടക്കം ശേഖരിക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്. ആ രേഖകളടക്കം പോലീസ് ശേഖരിച്ച് കോടതിയിലേക്ക് കൈമാറിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇനിയുമേറെ പരാതികൾ വരാനുള്ള സാധ്യത, അല്ലെങ്കിൽ തെളിവുകൾ വരാനുള്ള സാധ്യത പോലീസ് കാണുന്നുമുണ്ട്. മറ്റ് പീഡനത്തിനിരയായ പോലീസ് തന്നെ പല പെൺകുട്ടികളെയും ഇപ്പോൾ തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവർ ഏതെങ്കിലും തരത്തിൽ പരാതി നൽകുകയാണെങ്കിൽ നടപടികളുമായി മുന്നോട്ട് പോകാനുള്ള ഒരാലോചനയും തയ്യാറെടുപ്പും പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. കാരണം അത് പലയിടങ്ങളിലായി പെൺകുട്ടികൾ ചൂഷണത്തിനിരയായിട്ടുണ്ടെന്ന ബോധ്യവും അതിൻ്റെ ചില കൃത്യമായ തെളിവുകൾ, അവരൊന്നും പരാതി നൽകാത്തതിൻ്റെ കാരണവും അവർ പറയുന്നുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള കടന്നാക്രമണത്തെയാണ് അവരൊക്കെ ഭയപ്പെടുന്നത്. അതുകൊണ്ടാണ് അവരൊന്നും പരാതി നൽകാത്തത്. നേരത്തെ രണ്ടാമത് KPCC അധ്യക്ഷന് പെൺകുട്ടി പരാതി കൈമാറിയപ്പോൾ ആ പരാതിയിൽ കൃത്യമായി അത് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ആ കുട്ടികൾ കൃത്യമായി പീഡനത്തിനിരയായതാണ്. കാരണം ആ പെൺകുട്ടിയുമായി ഞാൻ പലതവണ സംസാരിച്ചതാണ്. അവർ അനുഭവിച്ച വേദനകൾ വിവരണാതീതമാണ്. ആ കാര്യങ്ങൾ ആ പെൺകുട്ടി പോലീസിന് നൽകിയ സ്റ്റേറ്റ്മെൻറ്റിൽ ഉണ്ടാകാം. ഒരു പെൺകുട്ടിയോട് ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുമോ എന്ന ചോദ്യമാണ്. അത് ഈ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറയുന്നത് പോലെ അത് മറ്റൊരു തരത്തിലുള്ള ഒരു പരാതിയൊന്നുമല്ല, കബളിപ്പിക്കാനുള്ള പരാതിയൊന്നുമല്ല, യഥാർത്ഥ പരാതിയാണ്. അവർ ആ പരാതി KPCC അധ്യക്ഷന് മുന്നിലേക്ക് എത്തിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ പാർട്ടി വീണ്ടും ആ രാഹുൽ മാങ്കുട്ടത്തിനെ പിന്തുണച്ച് തിരിച്ചു കൊണ്ടുവരുമോ എന്ന ആശങ്ക കൊണ്ടാണ്. കാരണം അവർ തിരിച്ചറിയപ്പെട്ടതുകൊണ്ട് തന്നെ അവരെ രാഹുൽ മാങ്കുട്ടത്തിനറിയാം, രാഹുൽ മാങ്കുട്ടത്തിനൊപ്പമുള്ളവർക്കറിയാം. അവരുടെ ജീവൻ പോലും അപകടപ്പെടുമെന്ന ആശങ്കയുണ്ട് അവർക്ക്. അവരുടെ വ്യക്തിവിവരങ്ങൾ സാമൂഹ്യ മാധ്യമത്തിൽ പ്രത്യക്ഷപ്പെടുമെന്ന ആശങ്കയുണ്ട്. അതുകൊണ്ട് ശക്തനായി അധികാരത്തിൻ്റെ ആ ഫലത്തിൽ
ഇത്തരം വേട്ട അയാൾ തുടരുമെന്ന ആശങ്ക കൊണ്ടാണ് ആ പെൺകുട്ടികളൊക്കെ പരാതിയുമായി പാർട്ടി നേതൃത്വത്തിൻ്റെ മുന്നിൽ, അല്ലാതെ പാർട്ടിയെ തെറ്റിദ്ധരിപ്പിക്കാനല്ല. അത് ആ പെൺകുട്ടികളെ അറിയാത്തതുകൊണ്ടാണ് KPC അധ്യക്ഷൻ അങ്ങനെ വാർത്താ സമ്മേളനം വിളിച്ച് ആ പെൺകുട്ടികളുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നത്. കാരണം നമ്മൾ അവരുമായി സംസാരിച്ചതാണ്. ഞാൻ ആദ്യ അഭിമുഖം, ആ പെൺകുട്ടിയെ അഭിമുഖം തന്നെ നമ്മൾ ടെലികാസ്റ്റ് ചെയ്തതാണ്. അവരുടെ ശബ്ദം നമ്മൾ പുറത്തുവിട്ടതാണ്. അവരുടെ കൃത്യമായ തെളിവുകൾ നമ്മുടെ കൈവശം പോലും തന്നതാണ്. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. സ്മൃതി, ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നതല്ല. ഇനിയും പല പെൺകുട്ടികളും സമാനമായി നമ്മളുമായി ബന്ധപ്പെടുന്നുണ്ട്. അവരുടെ പ്രയാസങ്ങൾ, പരാതിയുമായി മുന്നോട്ട് വരാനുള്ള അവരുടെ പ്രയാസം അവർ പങ്കുവയ്ക്കുകയാണ്. അങ്ങനെയുള്ള ഒരു വല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് പെൺകുട്ടികളൊക്കെ കടന്നു പോകുന്നത്. അവരുടെ ട്രോമ അത് വിവരണാതീതമാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൽ അവർ നീതി പ്രതീക്ഷിക്കുന്നുണ്ട്. അവരുടെ ഇപ്പോൾ ഈ തരത്തിൽ അവർക്ക് മുൻകൂർ ജാമ്യം ലഭിക്കുന്ന ഘട്ടത്തിൽ അവർക്കുണ്ടാവുന്ന മാനസികമായ പ്രയാസം വളരെ വലുതാണ്. കാരണം വളരെ മുമ്പുള്ള പരാതിയാണ്, പോലീസിന് അതിൽ പരിമിതി ഉണ്ടാകും. കേസിന്റെ മെറിറ്റിലേക്ക് ഏതായാലും മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ കോടതി കടന്നിട്ടില്ല എന്നുള്ളതാണ്. കേസ് വിശദമായി തന്നെ കോടതി പരിശോധിക്കും. ആ ഘട്ടത്തിൽ ഗൗരവത്തിലുള്ള തീരുമാനമാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. റോഷിബാലാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത്. ഒപ്പം തന്നെ ശ്യാം ദേവരാജും ഹരി മോഹനും.